എന്താണ് ഇഷ്ടപ്പെട്ട കോമഡിയാണ് അല്ല, എനിക്കൊന്ന് കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഭയങ്കര സ്ട്രോങ് സ്ക്രിപ്റ്റാണ്. അതാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് ഭയങ്കര എഴുത്ത്, അത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കണ സമയത്തെ ഇതിൻ്റെ എഴുത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നി. രാജേഷ് രവിയുടെ ആർക്കറിയാൻ പുള്ളിയാണല്ലോ എഴുതിയത്. രാജേഷ് രവിയുടെ എഴുത്ത് ഭയങ്കര സ്ട്രോങ് ആണ്. അതാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ഭയങ്കര ബലം അല്ലെങ്കിൽ നട്ടല് എന്ന് പറയുന്നത് എഴുത്താണ്. അത് കുറേ കാലമായിട്ട് നമുക്ക് ഇവിടെ മലയാളത്തിൽ മിസ് ചെയ്ത് വരുന്നൊരു പരിപാടിയുണ്ട്. ഭയങ്കര രസമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. രസമുണ്ട്, എല്ലാവരും. ഓക്കെ, താങ്ക് യു. നന്നായിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇമോഷണലായി കുറച്ച് അവസാനം ക്ലൈമാക്സ് ആ ഒരു എന്താ പറയുക ഹൈഡ്രേഷനായിട്ട് തോന്നി. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ഫോട്ടോ ഓരോരുത്തർക്കും ഓരോന്നല്ലേ, എനിക്കെല്ലാം ഇഷ്ടമായി. എസ്പെഷ്യലി ജിനയുടെ പെർഫോമൻസ്. കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിരുന്നു. കോമഡി അല്ല, അതൊരു ഫീൽ ഗുഡ് ജേണറിലുള്ള സിനിമയാണ്. വലിയ സംശയത്തിന് കഥ പറയുന്ന സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമ. അല്ല, സെക്കൻഡ് ഹാഫ് പലരുടെയും കണ്ടു നിറച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടോ. നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. സംശയം മാറി. വളരെയധികം സന്തോഷം. നമ്മൾ ചെയ്തു വെച്ച ഒരു മൂവിനെ ആക്ച്വലി ആദ്യമായിട്ടാണ് ഫുൾ പടം സ്ക്രീനിൽ കാണുന്നത്. സന്തോഷം. May 16 എല്ലാവരും പോയി കാണണം, അഭിപ്രായം പറയണം. ബാക്ക് ടു ബാക്ക് മൂവീസ് ആണ് നരിവേട്ട വരുന്നുണ്ടല്ലേ. May 23 സിനിമ നമ്മളൊരു സമയത്തും 90s-ലൊക്കെയുള്ള അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെ സത്യനികോട് സാറിൻ്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. കുട്ടികളുടെ അച്ഛൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ സിനിമ, ഇത്തരത്തിലുള്ള സിനിമകളുടെ എണ്ണം കുറച്ച് കുറവായി തോന്നുന്നു. ഇപ്പം അടുത്ത ആഴ്ച തന്നെ ഈ 12 പടമൊക്കെ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ലാതെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൊരു വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമ, ഇമോഷണൽ സീക്വൻസുകൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സിനിമയുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളിലേക്ക് പലപ്പോഴും നമ്മളുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ ഇമോഷണൽ കണക്റ്റ് എവിടെ കിട്ടുന്നുള്ള കൺഫ്യൂഷനാണ്. ഫിലിം കഥ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ധാരാളം കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മളെപ്പോഴും ടെൻഷൻ ആവാറ് ഇത് എങ്ങനെയെങ്കിലും പ്രേക്ഷകരായിട്ട് തന്നെ കണക്റ്റ് ആവുന്നതാണ് മെയിൻ. ആ നിലയ്ക്ക് ഇത് വളരെ പെട്ടെന്ന് നോർമൽ വലിയൊരു ശതമാനം സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് കണക്റ്റ് ആവുന്ന, എന്നാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉള്ള സിനിമയാണ്. അത് കാണാൻ കുറെ ആളുകൾ വന്ന് അവർക്ക് സിനിമ കൊടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം. ഈ വിനയ് ഫോർട്ട് എല്ലാം വ്യത്യസ്തമായി കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇനിയും എന്താണ് ഈ ചെയ്യാൻ പോകുന്ന പടങ്ങളെ കുറിച്ചിട്ട്? എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ കഥാപാത്രം ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. നിങ്ങൾ സിനിമ നമ്മൾ മനസ്സിലാവും. ഞാൻ ഇത്ര നാൾ എടുക്കാത്ത കുറേ റിസ്കുകൾ സിനിമയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം അത് വടകര ആക്സിഡന്റ് പറയുന്നത് മുതൽ ഈ കഥാപാത്രം പുള്ളി ഓരോ സങ്കടവും സന്തോഷമൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി വരെ നമ്മൾ എന്തൊക്കെയോ പുതിയ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളുടെ കളറ്, ഇയാളുടെ പല്ല്, ഇയാളുടെ നടപ്പ്, ഇരിപ്പ്, സംസാരം എല്ലാം വ്യത്യസ്തമായി പിടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി കാഴ്ചക്കാർ ഡിസൈഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തണം, ഒരുപാട് ആളുകൾ ഈ സിനിമ കാണണം എന്ന് പറയുന്ന അതിയായ ആഗ്രഹം. പറയുന്നേ ആദ്യം കാണുമ്പോ ഭയങ്കര കോമഡി, ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ ഭയങ്കര കോമഡി, ചിരിക്കാനുള്ള കോമഡി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് ഇമോഷണലി ടച്ച് ആവുന്ന, കണക്ട് ആവുന്ന കുറെ കാര്യങ്ങളൊക്കെ. ഇതൊരു സാധാരണക്കാരുടെ കഥ പറയുന്നുണ്ട്. നമുക്ക് നമ്മളിൽപ്പെട്ട ആളുകളെ കാണാൻ പറ്റും. അവരുടെ വിഷമങ്ങൾ നമ്മളുടേതായി മാറും, അവരുടെ സന്തോഷവും അവരുടെ പ്രശ്നങ്ങൾ നമ്മുടേതായി മാറും. അപ്പൊ നമ്മളെ അത് ഇമോഷണലി മൂവ് ചെയ്യും. അപ്പൊ ബാക്കി ഇനി 16-ാം തീയതി തിയേറ്ററിൽ കാണാം. എല്ലാവരും ഏറ്റവും അടുത്ത ദിവസം തന്നെ പോയിട്ട് പടം കണ്ട പടം ചെയ്യും. തുടരും കുടുംബ പ്രഷർ ഏറ്റെടുത്ത പോലെ സംശയവും തുടരും പോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൂടില്ല. തുടരും കാലഘട്ട സിനിമ അത്തരം വലിയ പ്രതീക്ഷകളില്ല. സംശയം ഒരു കൊച്ചു സിനിമയാണ്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് കൊച്ചു സിനിമകൾ വലിയ വിജയങ്ങളായിരുന്നു. അപ്പൊ അത്തരം കൊച്ചു സോണില് നമ്മൾ സേഫായി പോകട്ടെ, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, സിനിമ വിജയിക്കട്ടെ, നമ്മുടെ പ്രൊഡ്യൂസറിന് മുടക്കി, അതായത് അവർക്ക് പൈസ കിട്ടട്ടെ, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. വിനയ് ഫോർട്ട് തുടരും, അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷ കാരണം മുന്നോട്ട് പോകുന്നത്. ഞാൻ
ഒരു നടൻ എന്നുള്ള തരത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഈ കഥാപാത്രം കിട്ടിയതിലും എനിക്ക് ചെയ്യാൻ സാധിച്ചതിലും അത് കണ്ട ആളുകൾ നല്ല അഭിപ്രായം പറയുന്നു എന്ന് പറയുന്നതിലും അതിയായ സന്തോഷം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വിനീതേട്ടൻ കൊമേഴ്ഷ്യൽ സക്സസ് ഉണ്ടായില്ലെങ്കിൽ പോലും നല്ല സിനിമ ചെയ്യണം അങ്ങനെ ഒരു റിസ്ക് എടുക്കാറുണ്ടോ അപ്പൊ അതെനിക്ക് എവിടെയോ ഒരു ഇതായിട്ട് തോന്നും. അതായത് കമേഴ്ഷ്യൽ സക്സസിന്റെ ഫോർമുല എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ആകെ ചെയ്യാൻ അറിയുന്നത് നമുക്ക് നല്ല തിരക്കഥകൾ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് വിശ്വാസമുള്ള സിനിമകൾ ചെയ്യാറുണ്ട്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതാണ്. എനിക്ക് എന്റെ ഫോർമുല അറിഞ്ഞത് വിജയിക്കുന്നുണ്ട്, റിസൾട്ട് കിട്ടും, ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോ മറ്റേ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നാളായിട്ട് ക്രിയേറ്റീവ്ലി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമ സംശയം. ഇതിന്റെ വിജയം തീർച്ചയായിട്ടും ഒരു നടൻ എന്നുള്ള തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടുള്ള സിനിമകാരുടെ സിനിമ വിജയിക്കുന്നത്. ചേട്ടന്റെ സിനിമ സെലക്ഷൻ ഒരുപാട് ഇഷ്ടമാണ്. സന്തോഷം.